ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബാക്കി പഴനി വീഡിയോ ആയിട്ടാണ് കേട്ടോ. പഴനിയിലെ വിശേഷങ്ങളിലൂടെ തീരുന്നില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് ഇതായിരുന്നു കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട് ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലഞ്ച് വളരെ ലൈറ്റായിട്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കഫേയിൽ കയറി ലഞ്ചൊക്കെ കഴിച്ചു. അത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി. നല്ല അടിപൊളിയായിരുന്നു. കോളിഫ്ലവർ ഫ്രൈയും ജ്യൂസും കഴിച്ചു. അതായത് നമ്മുടെ ലഞ്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ പഴനിയിലേക്ക്. നമ്മൾ പഴനി അടുത്ത് എത്താനായപ്പോഴാണ് നമ്മുടെ ലഞ്ച് കഴിച്ചത്. നമ്മൾ ഈ റോഡ് നിൽക്കുന്നിടത്ത് നിന്ന് പഴനിക്ക് 120 കിലോമീറ്റർ അങ്ങനെ എന്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്തിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ പോയ സമയം ഒട്ടും നല്ലതല്ലായിരുന്നു. മുരുകൻ വളരെ നല്ലതാണെങ്കിലും നമുക്ക് അത്ര നല്ലതായി തോന്നിയില്ല. കാരണം നമ്മുടെ തൈപ്പൂയം കഴിഞ്ഞിട്ട് തിരക്ക് കൊഴിഞ്ഞുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പഴനിക്ക് വിട്ടത്. പക്ഷേ തൈപ്പൂയം കഴിഞ്ഞിട്ടും അവിടെ തിരക്ക് ഒഴിഞ്ഞിട്ടില്ലായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ പോലെ ദേശവരവുകളാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അതുപോലെ ഒരുപാട് വരവുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി പഴനിയിൽ മുരുകനെ കണ്ട് തൊഴാൻ നമുക്ക് പറ്റില്ല. അത്രയ്ക്കും ക്യൂ ആയിരുന്നു ഗൈസ്. ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ കവിളിലൂടെ ശൂലം കുത്തിയതൊന്നും ഞാൻ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതും സാധിച്ചു. നമ്മൾ അരഹരോ അരഹര വിളിച്ച് മല കയറാൻ തുടങ്ങി. മല കയറുമ്പോൾ അത്ര ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ മല കയറി. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ മല കയറിയിട്ടുണ്ടായിരുന്നു. മല കയറിയപ്പോഴാണ് നമ്മൾ ഭയങ്കരമായ തിരക്ക്. ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഫോണൊക്കെ നിലത്ത് വീണ് പോയ പിന്നെ കിട്ടില്ല. അത്രയും തിരക്കായിരുന്നു. പിന്നെ ആ ടൈമിലാണ് അവിടെ തങ്കത്തേരി എഴുന്നള്ളത്തുനിന്ന് അവിടെ നിന്ന് 2 പേര് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ, അവിടേക്ക് നമ്മൾ പോയതേ ഇല്ല. കാരണം അത്രയ്ക്കും ക്യൂ ആയിരുന്നു. പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ല. ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പം നമ്മൾ പുറത്തുനിന്ന് മുരുകനെ തൊഴുതു. പിന്നെ തങ്കത്തേര് കണ്ടു തൊഴുതു. അത് അവിടെ രാത്രി 7 മണിക്കാണ്. ഞങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതൊരു അനുഗ്രഹമായിട്ട് തോന്നി. ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയിട്ടില്ലെങ്കിലും തങ്കത്തേരിൽ എഴുന്നള്ളിക്കുന്ന മുരുകനെ കണ്ടു തൊഴുതു. പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ഒരുപാട് പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. ഞാൻ അവിടെ നിന്ന് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള ടിലോ എന്ന് പറഞ്ഞ 10 രൂപേൻ്റെ ബോട്ടിൽ വെള്ളം വാങ്ങിയപ്പോൾ അവർ പറഞ്ഞ 12 രൂപ വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ബോട്ടിലിൻ്റെ മേലെ MRP നോക്കിയപ്പോൾ 10 രൂപയുള്ളൂ. അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് 12 രൂപയാണ്. അത് 12 രൂപ കൊടുത്ത് ഞങ്ങൾ വാങ്ങി, അത് സത്യം. പക്ഷേ പിന്നെ വീണ്ടും നമ്മൾ മോന് വേണ്ടിയിട്ട് പാമ്പേഴ്സ് വാങ്ങിയപ്പോൾ അതിൻ്റെ മേലുള്ളത് 23 രൂപയായിരുന്നു. അപ്പം അവർ പറഞ്ഞു 25 രൂപ പേ ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ 23 ആണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 25 തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ 23 ചെയ്യുള്ളൂ എന്ന് വേണ്ട, 23 ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ എന്തൊക്കെയോ ചീത്ത വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് മൈൻഡാക്കിയില്ല. പിന്നെ നമ്മൾ രാത്രി പേസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോയപ്പോൾ 10 രൂപേൻ്റെ പേസ്റ്റിന് അവർ പറഞ്ഞത് 12 രൂപയാണ്. അപ്പം അത് ശിവനേട്ടനാണ് വാങ്ങാൻ പോയത്. അപ്പോൾ അതെന്താ 12 രൂപ എന്ന് ചോദിച്ചപ്പോൾ അപ്പം വളരെ മോശമായിട്ട് തന്നെയാണ് അവർ പെരുമാറിയത്. പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വർത്തമാനം പറയാൻ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്താൽ അവർ ഓക്കെയാണ്. അതല്ല, പറ്റിക്കപ്പെടാൻ നമ്മൾ നിന്ന് കൊടുത്താൽ അവർ നന്നായിട്ട് പറ്റിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം അതാണ് പഴനിയിലെ കഥ. ഇതൊക്കെ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോലെ പഴനിയിൽ പോയിട്ട് പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റിക്കപ്പെടാതെ തന്നെ അവിടെ നിന്ന് കഴിച്ചിലാകാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം. ഇതിവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളിതുപോലെ ഒരു 3-4 പ്രാവശ്യം പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അവിടുത്തെ അവസ്ഥ കേട്ടോ. മലയാളികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ മാക്സിമം നമ്മളെ ഊറ്റാൻ നോക്കും, അങ്ങനെ തന്നെ പറയാമല്ലോ. അപ്പം പറ്റിക്കപ്പെട്ടതിൻ്റെ കഥ അത്രയേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പറ്റിക്കപ്പെടാതെ തന്നെ കഴിച്ചിലാകാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് പഴനിക്ക് പോകുന്നവർ പോവാം. പിന്നെ ഇത് നമ്മുടെ അടുത്ത റൂമാണ് കേട്ടോ. നമ്മൾ ഇതുവരെ പഴനിയിൽ പോയപ്പോഴും ഇതുപോലൊരു നല്ലൊരു റൂം, ഇതൊരു നീറ്റായിട്ടുള്ള റൂം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. എപ്പം നമ്മൾ ചെല്ലുമ്പോഴും നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ എന്താ പറയുക, ബാത്റൂമൊന്നും ഭയങ്കര എന്തോ ഒരു മോശമായ റൂമുകളായിരുന്നു കിട്ടിയിരുന്നത്. അതും നല്ല റേറ്റ് കൊടുത്തായിരുന്നു നമ്മൾ. ഇത് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള റൂമായിരുന്നു കേട്ടോ. നമുക്ക് ഫാമിലിയായിട്ട് പോകുമ്പോൾ നല്ല എന്താ പറയുക കംഫർട്ടാണ്. പിന്നെ നല്ല അഫോർഡബിൾ പ്രൈസാണ്, നല്ല നീറ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം. ഈ ഹോട്ടലിൻ്റെ പേര് ടെമ്പിൾ വ്യൂ എന്നാണ് കേട്ടോ. ടെമ്പിൾ വ്യൂ ഹോട്ടൽ. ഈ റൂം നല്ല സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ പ്രൈസാണ്, നിങ്ങൾക്ക് പോയിട്ടൊന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത്.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന പോലെ പെട്ടെന്നുള്ള പോക്കാകുമ്പം നിങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്, ഞങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടി കുട്ടികളെയൊക്കെ കൊണ്ടിട്ട്. അപ്പം നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും. ഞങ്ങളെ പോക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെയാണ്. അപ്പം നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നല്ലോണം പഴനിയൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ ബൈക്ക് റൈഡ് അടിപൊളിയായിരുന്നു. നമ്മൾ പഴനിയിൽ ഉള്ളിൽ കയറി തൊഴാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇടക്കിടക്ക് പോകുന്നത് കൊണ്ട് അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല കേട്ടോ. മുരുകൻ ഇടക്കിടക്ക് പോയി തൊഴുന്നതാണ്, അതുകൊണ്ട് അത്ര ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ പഴനിയിലെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. പഴനിയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.